ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ പ്രിയങ്കരനായ ക്ഷേമകാര്യ ചെയർമാനും മണക്കോട് വാർഡിന്റെ പ്രതിനിധിയുമായ ബി സതീശനാണ്. സ്വാഗതം സാർ. നമസ്കാരം. അടുത്ത പ്രോജക്റ്റുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് അതുപോലെ വയോ ക്ലബിൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ഒന്നിച്ചു കൂടാനുള്ളൊരു സ്ഥലമില്ലാത്ത ഒരു കുറവുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിറ്റി ഹാളോ നമുക്കൊരു മൃഗാശുപത്രിയും നഗരസഭയുടെ മൃഗാശുപത്രിയും കൃഷിഭവനും ഞങ്ങളുടെ വാർഡിലാണുള്ളത്. അത് നവീകരിക്കാൻ ആദ്യം പോലെ തന്നെ ഞങ്ങളൊരു ഇടപെടൽ നഗരസഭ എന്നുള്ളതിനെ നടത്തി നന്നായി നവീകരിച്ചു. പക്ഷേ നമുക്കൊന്നിച്ചു കൂടാനൊരു സ്ഥലം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു വാർഷിക പദ്ധതിയിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കമ്മ്യൂണിറ്റി ഹാളിന് ആവശ്യമായ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ വാങ്ങിച്ചു. ആദ്യഘട്ടം അതിൻ്റെ ഫണ്ട് നിർമ്മിക്കാനുള്ള ഫണ്ടും ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഈ ആഴ്ച മുതൽ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ആളുകളിൽ അവിടെ അവർക്ക് മണക്കോട് വാർഡിന് മാത്രമായി ഒരു കമ്മ്യൂണിറ്റി ഹാൾ യാഥാർത്ഥ്യമാകും. അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു, വസ്തു വാങ്ങാൻ കഴിഞ്ഞു, അതിൻ്റെ ഫണ്ട് വകയിരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു സന്തോഷം നൽകുന്ന കാര്യം. നമുക്ക് ഒരു 3 യോഗ ക്ലബ്ബുകൾ ഞങ്ങളവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരു സമ്പൂർണ്ണ യോഗ നഗരസഭ എന്നുള്ള സങ്കല്പം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ വാർഡിൽ 3 സ്ഥലങ്ങളിലായി 3 ക്ലബ്ബുകൾ രൂപീകരിച്ചു. നിരവധി ആൾക്കാർ അവിടെ യോഗ പരിശീലനം നടത്തി. അത് പൂർത്തീകരണത്തിലാണ്. അതുമാത്രമല്ല അതിൻ്റെ യോഗ പ്രദർശനമൊക്കെ തന്നെ അടുത്ത ആഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനവും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് തെരുവുവിളക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ അങ്ങനെ എത്രത്തോളം നമ്മളൊരു ചെലവഴിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ പ്രതീതിയുള്ളതാണ് നമ്മളെ വഴികളെല്ലാം. അതുകൊണ്ട് തന്നെ ആ വഴികളെല്ലാം ഇപ്പം നവീകരിച്ചതിൻ്റെ ഭാഗമായി അവിടെയെല്ലാം ഞങ്ങളൊരു 143 ലൈറ്റുകൾ പുതുതായി നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാളും പുതുതായി 143 LED ലൈറ്റുകൾ ഞങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ പ്രകാശപൂരിതമാണ്. അതെ, പ്രകാശപൂരിതമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും ഞങ്ങളൊരു 40 ലൈറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. അതുകൂടെ ഇടുമ്പോൾ സമ്പൂർണ്ണമായി നമുക്ക് അവിടെ മാത്രമല്ല ഒരു എല്ലാ പോസ്റ്റിലും ലൈറ്റ്. നമുക്ക് ഒരു വർഷം എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റുന്ന ഒരു കൗൺസിലർക്ക്? കൗൺസിലറുടെ 1 ലക്ഷം എന്നുള്ള നിലയിലല്ല, ഓരോ വാർഡിന്റെയും സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ ഫണ്ട് കൊടുക്കാറുണ്ട്. ഒരല്പം പിന്നോക്കം നിൽക്കുന്ന വാർഡുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം എന്താണെന്ന് ഇപ്പോൾ ഒരു റോഡ് എൻ്റെ വാർഡിലൊരു റോഡ് പൊയ്യുകക്കുഴി റോഡെന്ന് പറയും. അത് ഒരാളിനെ അസുഖമായാൽ നടന്നൊരു 500 മീറ്റർ എടുത്തുകൊണ്ട് പോകണം. അവിടെ ഒരു റോഡ് വേണം. റോഡ് അവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫണ്ട് സാധാരണ വയ്ക്കും പോലെ വെച്ചാൽ പോരാ. അതിന് ഞങ്ങൾ ഒരു അല്പം കൂടി 15 ലക്ഷം വയ്ക്കാനുള്ളതിന് 34 ലക്ഷം രൂപ വെച്ച് അത് ആദ്യം റോഡ് നിർമ്മിച്ചു. ഇപ്പോൾ അത് പൂർണ്ണമായി നമ്മൾ കോൺക്രീറ്റും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരു 5 കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ 10 കുടുംബത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ഫണ്ട് എന്ത് ചിലവഴിച്ചെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഒരാളിൻ്റെ ആവശ്യമായാലും അത് നാടിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫണ്ട് എത്രത്തോളം ആണെന്നുള്ള ഒരു ആവശ്യകത അനുസരിച്ച് ഞങ്ങൾ ചിലവാക്കാറുണ്ട്. പിന്നെ റോഡിന് മാത്രമല്ലല്ലോ, മറ്റ് വികസന പ്രവർത്തനത്തിനും ഫണ്ട് ചിലവാക്കും. നീന്തൽക്കുളമോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ആ പ്രദേശത്തുണ്ടോ? നീന്തൽക്കുളം നമുക്ക് നഗരസഭയിൽ തന്നെ ഒരു അന്താരാഷ്ട്ര നീന്തൽക്കുളം നിലവിലുണ്ട്. ജില്ലയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള മത്സരം നടത്താൻ വേണ്ടിയുള്ള 50 മീറ്റർ നീളവും അതിനൊക്കെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നീന്തൽക്കുളം നമുക്ക് നിലവിലുണ്ട്. പിന്നെ പ്രാദേശികമായി നമ്മൾ പൂത്തൂരൊരു പുത്തഞ്ചിറയും അതുപോലെ കല്ലുവരമ്പിലൊരു നീന്തൽക്കുളമൊക്കെ തന്നെ സജ്ജീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ നീന്തൽ പഠിച്ച് വളരുന്നതിന് ഒരു തടസ്സവും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, മിസ് രമ്യ അല്ലേ? നമ്മോടൊപ്പം ശ്രീമാൻ ബി സതീശനുണ്ട്, മണക്കോട് വാർഡിന്റെ പ്രതിനിധി. അപ്പൊ അതേ വികസനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വാർഡിനകത്ത് ഇനി എന്തെങ്കിലും വികസനം കിട്ടാനുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ ഒരു സംശയം, വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അതൊന്ന് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാമോ? ഹലോ, വിളിച്ചു. ഹലോ രമ്യ. ഇവിടെ ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ കുറച്ച് കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ സാറിന് സംശയം അവിടെ ഇനി എന്തെങ്കിലും ചെയ്ത് തീർക്കാനായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോഴതിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, ചെറിയ എല്ലാ റോഡുകളും പൂർത്തീകരിച്ചിട്ടുണ്ടോ? റോഡെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള പദ്ധതി 2 വാർഡിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ 5 വർഷക്കാലം ഇനി നമുക്ക് ബാക്കി വികസനമൊന്നും ഇല്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പുതിയതായിട്ട് വരുന്ന ആർക്കൊന്നും ചെയ്യാനില്ലേ ഇനി അവിടെ? ഇനി പുതിയതായിട്ട് വന്നവർക്കൊരു ജോലിയില്ല. ഇനി റോഡ് വെട്ടിയാലേ ഉള്ളൂ. ഇനി
അപ്പൊ പുതിയൊരു റോഡ് വെട്ടി കൊടുക്കേണ്ട സംവിധാനം വന്നാൽ അതും അദ്ദേഹം ചെയ്യിപ്പിക്കാം. അതെ അതെ അതെ. ഇനി വികസനം എന്ന് പറയാൻ നമുക്ക് എല്ലാ റോഡ് പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ളം അതിന്റെ പദ്ധതി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഒരു വെൽനസ് സെന്റർ, ഒരു ബയോ ക്ലബ്ബ്, ഒരു ഗ്രന്ഥശാല, ജനസേവന കേന്ദ്രം, ഇതൊക്കെ നമ്മൾ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രതിനിധികൾ ആരും കൂടെ ചെയ്തിട്ടില്ല. ഇനി വരാൻ പോകുന്നത് ചെയ്യുമെന്നും നമുക്ക് അറിഞ്ഞൂടാ. അല്ല, വരാൻ പോണവർക്ക് ചെയ്യാനുള്ള ജോലി ഇല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നേ? ജോലി എന്തെങ്കിലും ഇല്ല. നമ്മളെ വാർഡിൽ ഇപ്പൊ ഈ 5 വർഷക്കാലം നല്ല വികസനമാണ് നമ്മുടെ കൗൺസിലർ കാഴ്ചവെച്ചത്. പക്ഷെ ഇനി വരാൻ പോകുന്ന ആളുടെ ജോലി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും വിളിച്ചാൽ വളരെ സന്തോഷം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. നമ്മള് വാർഡിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വയോജന ക്ലബ്ബ് കൊണ്ടുവന്നു. ഓക്കെ, വയോജന ക്ലബ്ബ് കൊണ്ടുവന്ന് അപ്പോ നമ്മൾ അത് നല്ല രീതിയിൽ അത് പ്രവർത്തനം നടക്കുകയെന്ന് വെച്ചാല് വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന വയസ്സായവർക്ക് അവർക്ക് ഒരു തണലായി വെച്ചാൽ നമ്മൾ പകൽ വീടെന്ന് പറയും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നിന്റെ പ്രവർത്തനം. അപ്പൊ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് വയസ്സായ 60 വയസ്സ് കഴിഞ്ഞവർക്ക് അവർക്കൊരു നേരം പോക്കും. അപ്പൊ അതിനായിട്ട് ഇത് നമ്മളെ വയോ ക്ലബ്ബ് കൊണ്ടുവന്ന് അത് നല്ലൊരു ഇതായി നമ്മുടെ വാർഡിന്. എന്നുവെച്ചാല് ഇപ്പം ഏകദേശം 10-30 പേര് നമുക്കൊരു വയോ ക്ലബ്ബിലുണ്ട്. അവിടെ പോകാറുണ്ടോ? അവിടെ പോയി നോക്കാറുണ്ടോ? ഞാൻ അവിടുത്തെ കെയർടേക്കറാണ്. കെയർടേക്കറാണ്. അപ്പൊ നമുക്ക് ആദ്യം വന്ന സമയത്ത് നമുക്കറിയാം 30 പേർക്കും അസുഖങ്ങളായിരുന്നു, BP, ഷുഗറും അങ്ങനെ അസുഖങ്ങൾ. പക്ഷെ അവർക്ക് ഇപ്പം ചിന്തിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പൊ അവർ ഓൾറെഡി അവർ അസുഖങ്ങളും മാറി. ഇപ്പൊ നമുക്ക് എല്ലാ മാസവും ക്യാമ്പ് നടക്കുന്നുണ്ട്. അവർക്ക് പണി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും പുറത്തു പോകണ്ട. അപ്പൊ അവർക്കുള്ള ക്യാമ്പ് മാസം തോറും നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവർക്ക് സാക്ഷരത ക്ലാസ്, അതുപോലെ തന്നെ അവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം മാർഗമായിട്ട് ക്യാരി ബാഗ് നിർമ്മാണം, സോപ്പ് നിർമ്മാണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും നല്ല കഴിവുള്ള അമ്മമാരും അച്ഛന്മാരുമാണ്. വെച്ചാല് നമ്മളിപ്പോ തിരുവാതിര നമ്മളൊരു 10 പേരടങ്ങുന്ന ഒരു രമ്യ, ഓക്കെ, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞാണ്. അപ്പോ വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. Chungat Gold, precious like me. Fashion for all at My Own Parthas. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. മറ്റ് പ്രോജക്റ്റുകളിനകത്ത് നമ്മൾ എത്ര പേർക്ക് വീട് വെക്കാനായിട്ട് ഫണ്ട്, മെയിൻ്റനൻസ്,
ഞങ്ങൾ ലൈഫ് നമ്മുടെ PMAY പദ്ധതി പ്രകാരം ഞങ്ങൾ 32 പേർക്ക് വാർഡിൽ വീട് കൊടുത്തു. ഈ 5 വർഷത്തിനിടയിൽ 5 വർഷത്തിൻ്റെ 32 പേർക്ക് വീട് കൊടുത്തു. 45 പേർക്ക് അവരുടെ ടോയ്ലറ്റ് നവീകരിക്കാനുള്ള ആനുകൂല്യം ഞങ്ങൾ കൊടുത്തു. അതുപോലെ പിന്നെ മെയിൻ്റെനൻസ് ജനറൽ വിഭാഗത്തിലില്ല, അതുകൊണ്ട് തന്നെ പട്ടികജാതി വിഭാഗത്തിനുള്ള മെയ്ഡ് മെയിൻ്റെനൻസ്, പഠനമുറികൾ, അതുപോലെ തന്നെ EC കിച്ചൺ തുടങ്ങിയുള്ള നിരവധി ആനുകൂല്യങ്ങൾ പട്ടികജാതിക്കാർക്കുള്ള ഏകദേശം സമ്പൂർണ്ണമായി ഞങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞുവെന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി നമുക്ക് കഴിയും. ജനസമക്ഷം ജനസമ്പർക്ക ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ മിസ്റ്റർ ലിജീഷ് അല്ലേ? ലിജീഷ്, എന്നോടൊപ്പം ശ്രീമാൻ B സതീശനുണ്ട്, നിങ്ങളുടെ പ്രതിനിധി, വാർഡ് പ്രതിനിധി. അപ്പൊ അദ്ദേഹം വാർഡിൽ ചെയ്ത വികസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്തുണ്ട് അദ്ദേഹം. അപ്പോ ആ വാർഡിനകത്ത് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വികസനം ആവശ്യമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്. സംസാരിക്കാം അദ്ദേഹത്തിനോട്. ഹലോ ലിജീഷ്. അതെ ലിജീഷ് പറ. അപ്പോഴ് നമുക്ക് ഇപ്പൊ നമ്മള് മുമ്പ് തെരഞ്ഞെടുപ്പിന് പറഞ്ഞ കാര്യങ്ങള് ഏറെക്കുറെ 99% നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കിപ്പോ കൊച്ചു കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് അവിടെ ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൗണ്ടാണ് മെയിനായിട്ട്. ഒരു ഗ്രൗണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കമ്മ്യൂണിറ്റി ഹാളിന് സ്ഥലം എടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ പറയാൻ സാധിച്ചത്. അപ്പൊ മെയിനായിട്ട് നമുക്കിപ്പോ വേണ്ടത് ബാക്കിയുള്ള നമ്മളിപ്പോ റോഡുകളും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. മറ്റുള്ള നാട്ടുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ഏകദേശമുള്ള എല്ലാ റോഡുകളും എല്ലാം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ അത്യാവശ്യമായിട്ടുള്ളത് നമുക്കിപ്പോ ഒരു കളിസ്ഥലം. അപ്പൊ അതാണിപ്പോ നമുക്ക് ആവശ്യം. കമ്മ്യൂണിറ്റി കാർഡിന്റെ പ്രവർത്തനത്തിലുള്ള ആദ്യ ഫണ്ട് നമ്മൾ വകയിരുത്തി കഴിഞ്ഞു, ഇപ്പൊ തുടങ്ങും. കമ്മ്യൂണിറ്റി കാർഡിന്റെ വർക്ക് തുടങ്ങാനുള്ള ഫണ്ട്, ആദ്യഘട്ട ഫണ്ട് നമ്മൾ വകയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി പിന്നെയുള്ള നമുക്ക് താഴെ നമുക്ക് അവിടെ ഒരു എല്ലാം കൊണ്ട് ഓർഡർ നമ്മൾ ഇതുവരെ ഓർഡർ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിന്റെ ബാലൻസ് കുറച്ചുണ്ട് അല്ലേ? അതിന്റെ ബാലൻസ് ഒരു അല്പം ഉണ്ടല്ലേ? അത് ശരി. അത് കൂടെ പൂർത്തിയായാൽ ആ ഓട നമുക്ക് ആ തോട്ടിൽ കൊണ്ട് പിന്നെ വിടാൻ വേണ്ടി കഴിയും. ശരി. ഓക്കെ. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ 1% കൂടെ ആയിക്കഴിഞ്ഞാൽ പൂർത്തിയായി. എന്തായാലും ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Fashion for all at my own Parthas. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can.
വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഫോണിൽ കൂടെ കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അപ്പോൾ അതിൽ ഒരാൾ മാത്രം പറഞ്ഞു 99% ആയിട്ടുള്ളൂ, 1% ബാലൻസ്. അത് താങ്കൾ പൂർത്തീകരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അത് പറഞ്ഞാൽ യാഥാർത്ഥ്യമുണ്ട്. അതിൽ ചില ഈ ഒരു നിരവധി ഗവൺമെൻറ് ആവശ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള ഒരു കളിസ്ഥലം, അതുപോലെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഞാൻ പ്രവർത്തനം തുടങ്ങാനുള്ള ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ഈ ആഴ്ച തുടങ്ങും. പിന്നെ ചെറിയ 1-2 ഇട റോഡുകൾ അതുകൂടെ ആയാൽ നമുക്ക് വാർഡിലെ 100% പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അതാണ് അവർ പറഞ്ഞതിലൊരു പരമാവധി നമ്മുടെ നഗരസഭയുടെ ഫണ്ട് വിനിയോഗിച്ചത് നമ്മൾ ചെയ്യും. അതെ അതെ, ഏകദേശം കണക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു 4 കോടി രൂപയിൽ വരുന്ന തുക ചെലവഴിക്കാൻ വേണ്ടി 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇനി ചെയ്ത പ്രോജക്റ്റുകൾ ഒന്ന് വിശദീകരിച്ച് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ വിട്ടുപോയ കാര്യം ചെറിയ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യ തവണ നമ്മളെ മുന്നിലുണ്ടായിരുന്നൊരു റിസ്ക് നമ്മുടെ ആക്കോട്ടുപാറ കൊല്ലാങ്കുടി റോഡാണ്. ആ റോഡ് ഏകദേശം 50 ലക്ഷം രൂപയുടെ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് അത് നിർമ്മിച്ചു. അത് തന്നെ ആ പ്രദേശത്തുകാർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറി. അവിടെ നിന്ന് കൊല്ലാങ്കുടിയിലേക്കുള്ള റോഡ് നവീകരിച്ചു. അത് മന്ത്രിയുടെ തന്നെ 45 ലക്ഷം രൂപ മുടക്കിയാണ് അത് ചെയ്തത്. കൊല്ലാങ്കുടിയിൽ 2 പാലങ്ങൾ, ചെറിയ ഇടുങ്ങിയ 2 വാഹനം പോകാത്ത 2 പാലങ്ങളായിരുന്നു. അത് മന്ത്രിയുടെ സഹായത്തോടുകൂടി ഫണ്ട് വെച്ചുകൊണ്ട് ആ 2 പാലങ്ങളും 6 മീറ്റർ വീതിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു നടന്നു പോകാനുള്ള ഒരു വലിയൊരു റോഡായിരുന്നു നമുക്ക് ഡയമണ്ട് പാലത്തിലേക്കുള്ള റോഡ്. അത് 6 മീറ്റർ വീതിയിൽ 28 ലക്ഷം രൂപ മുടക്കി ചെയ്തു വരികയാണ്. അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതുപോലെ പുതുമംഗലം റോഡ് ശോചനീയാവസ്ഥയിലായിരുന്നു, അത് നവീകരിച്ചു. കൃഷിഭവൻ റോഡ് നവീകരിച്ചു. ഉളിയൂരിൽ നിന്ന് കന്യാകുടേക്ക് വരുന്ന റോഡ് നവീകരിച്ചു. കന്യാകുടോടുള്ള 2 ഇട റോഡുകൾ ഞങ്ങൾ നടന്നു പോകാൻ പാകത്തിൽ നല്ല ആട്ടോറിക്ഷ പോകുന്ന പോകത്തിൽ നമുക്ക് നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പനക്കൽ റോഡ് എന്ന് പറയാം, പനക്കൽ റോഡ് ചെയ്തു. മണക്കോട് നിന്ന് മറ്റേ ക്ഷേത്രത്തിലുള്ള വഴിയിൽ ഞങ്ങളുടെ വാർഡിൻ്റെ ഭാഗം വരുന്ന അതുവരെയുള്ള ഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. തുമ്പോട് റോഡ് നമുക്ക് നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. റിംസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുഴിന്തരക്കോണത്ത് നിന്ന് മണക്കൂട് എന്ന് പറയുന്ന ഒരു ലോങ്ങായ റോഡാണ്. ഏകദേശം 700-800 മീറ്റർ നീളമുള്ള റോഡാണ്. അത് 47 ലക്ഷം രൂപ മന്ത്രിയുടെ ഫണ്ട് തന്നെയാണ് വെച്ച് അത് നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മണക്കോടുള്ള ചെറിയ 2 ഇട റോഡുകൾ നമുക്ക് പൂർത്തീകരിച്ചു. കാവിയോട്ട് പോയി നേരത്തെ പട്ടയം ലഭിച്ചു എന്ന് പറഞ്ഞ പ്രദേശത്ത് അത് നടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിൽ തകർന്നു കിടക്കുന്ന റോഡായിരുന്നു. പിന്നെ താഴെ വന്നൊരു പടിക്കെട്ടുമാണ്, അതിലേയും സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് 2ഉം ആ പടിക്കെട്ട് നവീകരിച്ചു, അതിലെ ഹാൻഡ് റെയിൽ വെച്ച് കൊടുത്തു. ആ ബാക്കിയുള്ള ഭാഗത്ത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്തു. അവിടെ ഒരു അമ്മയ്ക്ക് വീട്ടിൽ പോകാൻ ഒറ്റയ്ക്കുള്ളൊരു വഴിയാണ്, അവിടെ പോകാനുള്ള വഴി ഉൾപ്പെടെ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വാർഡിൻ്റെ ഗതാഗതയോഗ്യമായ മുഴുവൻ അല്ലെങ്കിൽ വാഹന സൗകര്യമുള്ള മുഴുവൻ റോഡുകളും ഈ 5 വർഷക്കാലം കൊണ്ട് നവീകരിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ അതിദരിദ്രർ 7 പേരെ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ 60,004 പേരെ കണ്ടെത്തി. നെടുമങ്ങാട് നഗരസഭ 112 പേരെ കണ്ടെത്തി. അതിൽ 7 പേര് നമ്മുടെ മണക്കോട് വാർഡിലുള്ള ആളായിരുന്നു. അവർക്ക് അവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യവും നഗരസഭ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നഗരസഭയിലെ ആകമാനമുള്ള 112 പേരുടെ അതിദരിദ്ര മുക്തമാക്കാനുള്ള പ്രഖ്യാപനം അടുത്ത ആഴ്ച നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മണക്കോട് വാർഡിലുള്ള 7 പേർക്കും വസ്തു വേണ്ടവർക്ക് വസ്തു, വീട് വേണ്ടവർക്ക് വീട് മെയിൻ്റെനൻസ് ഉള്ളവർക്ക് മെയിൻ്റെനൻസ്, അവരുടെ അവകാശ രേഖകളെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ട് വാതിൽപ്പടി സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നന്നായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈനംദിന കാര്യങ്ങൾ സാധാരണപ്പെട്ടവൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ സാധാരണ ഒരു ജനപ്രതിനിധിക്ക്, ഞാൻ മുമ്പ് ജനപ്രതിനിധി ആയതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ചില അലോരസങ്ങളും ചില എതിർപ്പുകളും ഒക്കെ തന്നെ ചില വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. സ്വാഭാവികം. അവരുടെ സംശയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ തർക്കങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 5 വർഷം കൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് തുറന്ന് പറയുകയാണ്, ഈ നമ്മുടെ മണക്കോട് വാർഡിൻ്റെ ഈ ഏകദേശം 540ഓളം വീടുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഏകദേശം 1700ഓളം വോട്ടർമാർ. ഒരാളിൽ നിന്ന് പോലും, ഒരു കുടുംബത്തിൽ നിന്ന് പോലും, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും നാളിതുവരെ പിന്തുണയല്ലാതെ ഒരു എതിർപ്പോ ഒരു മനസ്സിന് അസ്വസ്ഥമാക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും ഇതുപോലെ നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല. തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് അവരോട് പെരുമാറുന്നതും. വലിയ സഹകരണത്തോടുകൂടി 5 വർഷക്കാലം അവരോട് ഒരു കുടുംബാംഗം പോലെ ആ വാർഡിൻ്റെ ജനങ്ങളോടൊപ്പം നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമുക്ക് വളരെ വികാരഭരിതനായി അദ്ദേഹം സംസാരിക്കും. നമുക്ക് കുടുംബശ്രീയുടെ വിഷയം കൂടെ നമുക്കൊന്ന് എടുക്കാം. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം
എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അവിടെ അങ്ങനെ ഒരു പിന്നെ എല്ലാ വർഷവും കുടുംബശ്രീയുടെ വാർഷികം നടത്തുന്ന പതിവൊന്നുമില്ല. 21 അയൽക്കൂട്ടങ്ങൾ ഞങ്ങളുടെ വാർഡിലുണ്ട്. ആദ്യം അയൽക്കൂട്ടങ്ങളെല്ലാം വിളിച്ചു കൂട്ടി അതിൻ്റെ പിന്നെ ഭാരവാഹികളെയൊക്കെ പുതുതായൊക്കെ തിരഞ്ഞെടുത്തു. ഈ 5 വർഷവും ഒരു വർഷം പോലും മുടങ്ങാതെ മുഴുവൻ അയൽക്കൂട്ടം ഓരോ വർഷവും എല്ലാ അയൽക്കൂട്ടത്തിൻ്റെ വാർഷികം പിന്നെ നമ്മൾ നടത്തി. അത് ADS വാർഷികം. അതിൽ 3 വർഷവും മന്ത്രി തന്നെയാണ്, മന്ത്രിയും അതുപോലെ സിനി ആർട്ടിസ്റ്റുകളൊക്കെ ഉൾപ്പെടെ നമ്മൾ വിളിച്ചു വരുത്തി വിപുലമായ ADSൻ്റെ പ്രവർത്തനം നടക്കും. 1-2 വർഷം ഞങ്ങൾ ഓണാഘോഷം വിപുലമായി നമ്മൾ ആഘോഷിച്ചു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമ്മളിവിടെ നടത്തും. 5 വർഷം കാലം കൊണ്ട് കുടുംബശ്രീയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വാർഡിൽ മാത്രമല്ല നഗരസഭയിലാകമാനം 645ഓളം അയൽക്കൂട്ടങ്ങളുള്ള 2 ADSകളുള്ള ഞങ്ങളുടെ നഗരസഭയിലാകമാനം കുടുംബശ്രീ സംവിധാനം ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനും നിരവധി സംരംഭങ്ങൾ അതിൻ്റെ ഭാഗമായി ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഈ 5 വർഷക്കാലത്തെ അനുഭവങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ വാർഡിലെ ജനങ്ങൾ തന്നിട്ടുള്ള പിന്തുണയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലെ ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പ്രസ്ഥാനം പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ന്യൂനതകളോ ഉണ്ടെങ്കിൽ തന്നെ അവർ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ പ്രദേശത്തെ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരും വിവിധ മറ്റ് എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെയും പിന്തുണ, സഹായം, നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഞങ്ങൾ മാനിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രീമാൻ B. സതീശൻ നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ കൂടെ പങ്കുവച്ചു. അപ്പോൾ തുടർന്നും ഇപ്പോൾ 3 തവണ അല്ലേ, 4ാം തവണ, 3ാം തവണ, ഇന്ന് 4ഉം 5ഉം തവണകളായി കഴിയുന്നത്ര സമയങ്ങളിൽ ജനപ്രതിനിധിയായി തുടരുവാൻ നിങ്ങൾ സഹായിക്കണം. അതുപോലെ അദ്ദേഹത്തിനും ആരോഗ്യമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിൽ സഹകരിച്ച ശ്രീമാൻ B. സതീശന് നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.